ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ലോകത്തിൽ എല്ലായിടും ചർച്ചയാവുന്നൊരു വിഷയമാണ് ഇസ്രയേൽ, ഇറാൻ, USA കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രംപ് ഈ അടുത്തിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഓയിലിൻ്റെ പ്രൈസസ് കൂടും. അത് സാധാരണമായിട്ട് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയയിൽ ട്രംപ് സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണത്. എന്തുകൊണ്ടാണ് നടക്കാൻ ഇങ്ങനെ കൂടാനുള്ള റീസൺസ്? ഇപ്പോൾ ഈ വാർ എസ്കലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ഏതാനും ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓയിലിൻ്റെ പ്രൈസസ് കൂടാനുള്ള സാധ്യത കാണുന്നത്? നമ്മളതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ അറിയണം, ഇറാനാണ് ലോകത്തിലെ 3rd ലാർജസ്റ്റ് ഓയിൽ റിസർവ്സ് ഉള്ള ഒരു കൺട്രി. ഇറാനിൽ ഒട്ടനവധി ഓയിൽ എല്ലാ ദിവസവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇറാൻ്റെ ഭാഗത്തിലൂടെയാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നേരിയ വഴിയുണ്ട് അവിടെ. ഈ വഴിയിലൂടെയാണ് ഏകദേശം ലോകത്തുള്ള 20% ക്രൂഡ് ഓയിൽ എല്ലാം ആ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ് ഇറാൻ്റെ ഒരു ട്രംപ് കാർഡ്. ഈ ട്രംപ് കാർഡ് ഇവരെന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇത്രമാത്രം വളരെ ഒരു പാത്വേ ടു ദ എൻറ്റയർ വേൾഡ് ആയതുകൊണ്ട് തന്നെ അവരതങ്ങടെ അടച്ചു. ഇതാണ് ശരിക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയൊരു പണിയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ത്യക്കാർക്കും അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഇന്ത്യൻ പ്രവാസികൾ ഈ എല്ലാവരും മിഡിൽ ഈസ്റ്റ് സംബന്ധമായിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു മേജർ അവർ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇറാൻ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചതോടുകൂടി അവിടെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവർക്ക് വേണ്ടതായിട്ടുള്ളൊരു ഓയിൽ അവർക്ക് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാരണം കൊണ്ടാണ് ഈ ഓയിലിൻ്റെ പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ടുള്ള ആകെ ഒരൊറ്റ സൊല്യൂഷൻ ഉള്ളൂ: വാർ എത്ര വേഗം നിർത്തുക. അതിപ്പോൾ ട്രംപ് ആയാലും ശരി, ബെഞ്ചമിൻ നെതന്യാഹു ആയാലും ശരി, പിന്നെ ഇറാൻ്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമനിയുടെ മകനായാലും ശരി, നിങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമയോടെ ഈ വാർ അവസാനിപ്പിക്കാനുള്ളൊരു തീരുമാനങ്ങൾ പുറപ്പെടുക. എത്രയും വേഗം ലോകത്തിൽ സമാധാനം എത്തിച്ചേരട്ടെ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.